ഒരുപക്ഷെ ജയന്തോ അതല്ലെങ്കിൽ അബ്ദുൾ റഷീദോ ആയിരിക്കും മത്സരിക്കാനായിട്ട് എത്തുക. ഒരു സിറ്റിംഗ് MP ആ സ്ഥാനത്ത് മത്സരിക്കാതെ പോകുന്നത് അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ മാത്രമായിരിക്കും. അത് കെ സുധാകരൻ പരാജയഭീതി കൊണ്ട് പോകുന്നതായിരിക്കും. സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയുടെയും മുന്നണിയുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെക്കുറിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയായി ഞാൻ പറയുന്നത് ഉചിതമല്ല. മുന്നണിയുടെ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ. പക്ഷെ മണ്ഡലത്തിൽ കെ സുധാകരന്റെ പ്രകടനത്തെക്കുറിച്ച് താങ്കൾക്ക് വിലയിരുത്താമല്ലോ. അതെങ്ങനെയായിരുന്നു? കഴിഞ്ഞ 5 വർഷം ഒരു MP-യുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അത് എല്ലാവരും പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിന് അധികം. പക്ഷെ അദ്ദേഹം KPCC പ്രസിഡന്റിന്റെ നിലയിൽ തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ തന്നെയായിരുന്നു. അതാവാം, അതിലാരും തർക്കവും. നിങ്ങൾ തികച്ചും സുഹൃത്തുക്കളാണല്ലോ അല്ലേ? കെ സുധാകരൻ MP ജയരാജൻ കണ്ടാൽ നല്ലപോലെ വീണ്ടും സംസാരിക്കും, ചായ കുടിക്കും, അങ്ങനെ നിയമസഭയിൽ ഒന്നിച്ചുണ്ടായിരുന്നല്ലോ. അതിനുശേഷവും കണ്ടാലൊക്കെ മിണ്ടുന്നതിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചില ചടങ്ങുകൾ നടന്നപ്പോൾ ഞാൻ പോയിട്ടുമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വീട് ഉൾക്കൊള്ളുന്നത് ഞാൻ പണ്ട് പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ്. എന്റെ വീട്ടിൽ നിന്ന് അധികം ദൂരെയല്ലാത്തതാണ്. അതിലൊരു പ്രശ്നം അദ്ദേഹം ഈ പറയുമ്പോഴെല്ലാം KPCC പ്രസിഡന്റ് പദവിയിലുള്ളയാളാണ്, അദ്ദേഹത്തിന് അങ്ങനെ കൂടുതൽ സമയം മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഉദാഹരണം ഗോവിന്ദ മാഷാണ്. ഗോവിന്ദ മാഷ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി. പക്ഷേ തളിപ്പറമ്പിൽ അദ്ദേഹം എല്ലാ വികസന കാര്യങ്ങളിലും ഇടപെടും. ഈ അടുത്ത കാലത്ത് ആ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. അതെ, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ജനങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോ ഒരു നേതൃനിരയിൽ നിൽക്കുന്നയാൾ മണ്ഡലത്തെ അവഗണിക്കണമെന്നല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നേതൃനിലയിലുള്ള കടമ നിർവഹിക്കുമ്പോൾ തന്നെ മണ്ഡലത്തെ ശ്രദ്ധിക്കണം. ഒറ്റ ഉദാഹരണം പറയാം. ശ്രീമതി ടീച്ചർ അന്ന് MP ആകുന്ന സമയത്ത് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മഹിളാ രംഗത്ത് സംസ്ഥാന നേതാവുമായി. അവര് 5 വർഷത്തിനിടയിൽ 26 കോടി രൂപ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് ചെലവഴിച്ചു. അത് റെക്കോർഡാണ്. 98% ഫണ്ടിന്റെ വിനിയോഗം. എന്ന് മാത്രമല്ല 901 പദ്ധതികൾക്ക് ഭരണാനുമതി നൽകിയപ്പോൾ 899 പൂർത്തീകരിച്ചു. എന്നിട്ടാണ് MP സ്ഥാനത്ത്. ഇപ്പോൾ എന്താ സ്ഥിതി? 5 വർഷം 27% ഫണ്ടിന്റെ വിനിയോഗം. 27%. അത് ഏറ്റവും കുറവ് വിനിയോഗിക്കപ്പെട്ടത് കണ്ണൂരിലാണ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ MP പ്രാദേശിക ഫണ്ടിന്റെ വിനിയോഗം കണ്ണൂരിലാണ്. പിന്നെ പാർലമെന്റിലെ ഹാജർ നോക്കാം. ഒരു നേതാവ് എന്നുള്ള നിലക്ക് പാർലമെന്റിൽ പിന്നെ ഹാജരാവണല്ലോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ നേതാക്കൾ അവിടെ ഉണ്ടാവണല്ലോ. എങ്കിലല്ലേ അവർക്ക് ഇടപെടാൻ കഴിയാം. 51% ഹാജർ. ടീച്ചറെ ഹാജരോ 85 മുതൽ 88% വരെയുള്ള ഹാജരാണ് ടീച്ചർ. ചർച്ചകളിലെ പങ്കാളിത്തമോ ആകെ 16 ചർച്ചകളിലാണ് പങ്കെടുത്തത്. ഇതെല്ലാം 5 വർഷം കൊണ്ട്. ടീച്ചറോ അതിന്റെ 10 ഇരട്ടിയിൽ കൂടുതലാണ്. ഇതൊരു താരതമ്യം ജനങ്ങൾ നടത്തുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ കണ്ണൂരിൽ വികസന കാര്യത്തിലായാലും പാർലമെന്റിലെ പെർഫോമൻസിന്റെ കാര്യത്തിലായാലും കഴിഞ്ഞ 5 വർഷം ഒരാളുണ്ടായി എന്നത് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇനി CPM-ഉം പ്രതിരോധത്തിൽ നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന് ഭരണ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിലിപ്പോൾ ഞാൻ മാർക്കറ്റിലൂടെ വരികയായിരുന്നു. അപ്പോൾ മാർക്കറ്റ് പറയുന്ന സാധനങ്ങൾക്ക് വലിയ വിലക്കയറ്റമില്ല, ഈ വെളുത്തുള്ളിക്കൊഴിച്ച്. പക്ഷേ ആൾക്കാരുടെ കയ്യിൽ പണമില്ല. ഇപ്പോൾ 7 മാസത്തെ കുടിശ്ശിക പെൻഷനുണ്ട്. ചരിത്രത്തിലാദ്യമായിട്ട് ശമ്പളം മുടങ്ങിയിരിക്കുന്നു സംസ്ഥാന ജീവനക്കാർക്ക്. അവരുടൻ തന്നെ ഒറ്റ ദിവസം ശമ്പളം മുടങ്ങിയപ്പോൾ തന്നെ അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തു. ഇനി തിങ്കളാഴ്ചയാണ് അവരിൽ പലർക്കും പണം കിട്ടുക. അപ്പോൾ അങ്ങനൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ഈ ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് അടിത്തട്ടിലുണ്ട് എന്നാണ് ഞങ്ങളുടെ സർവേയും പറയുന്നത്. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് പരിഹരിച്ചാൽ വിരുദ്ധ വികാരം ഇല്ലല്ലോ. പരിഹരിച്ചാൽ അത് അനുകൂല വികാരമായിരിക്കുമല്ലോ. ഒറ്റ പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചാൽ പരിഹരിക്കും. രണ്ടും പരിഹരിക്കാൻ പോവാണ്. പണം കൊടുക്കും കേന്ദ്ര സർക്കാർ. പിന്നെ ശമ്പളം ഇപ്പൊ കൊടുക്കാൻ പോവാണ്. സാങ്കേതിക പിഴവാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിന്റെ തകരാറ് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് പരിഹാര നടപടികളിലാണ്. മിക്കവാറും തിങ്കളാഴ്ച ശമ്പളത്തിന്റെയും സർക്കാർ ജീവനക്കാരുടെ പെൻഷന്റെയും പരിഹരിക്കും. ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 120 ഉറുപ്പിയേ ഉള്ളൂ. എന്നാൽ 30 മാസം കുടിശ്ശികയാണത്. ഇന്ന് 1600 ഉറുപ്പിയാണ്. അതിൽ കുറച്ചു മാസം കുടിശ്ശികയുണ്ട്. അതിൽ നമ്മൾ തർക്കിക്കുന്നില്ല, സത്യമാണ്. അതിപ്പം കൊടുക്കും.
മൊത്തം കൊടുക്കുമോ അതോ 2 മാസം? അല്ല, കുറച്ച് കൊടുക്കും. കൊടുത്തു തുടങ്ങിയാൽ അത് പരിഹരിക്കാൻ കഴിയും. മുഴുവൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് ഒരു പെൻഷൻ കമ്പനിയാക്കിയത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കാണ് ആ പെൻഷൻ കമ്പനിയുടെ കൺസോർഷ്യത്തിന്റെ ലീഡർ. അവര് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി പണം പിരിച്ച് സർക്കാരിന് കൊടുക്കാൻ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി നടപടി ആരംഭിച്ചപ്പോഴല്ലേ കേന്ദ്രത്തിന്റെ തിട്ടൂരം വന്നത് കടം വാങ്ങി പെൻഷൻ കൊടുക്കാൻ പാടില്ലെന്ന് മാനേജ്മെന്റ് ആക്ടിന്റെ പരിധിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ധന ഉത്തരവാദിത്ത ബില്ലിൽ ഗവൺമെന്റ് നേരിട്ട് വാങ്ങുന്ന കടം മാത്രമാണ് ഉൾപ്പെടുത്താറ്. NTPCയും നാഷണൽ ഹൈവേ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റിന്റെ കടമെടുപ്പ് പരിധിക്ക് വെളിയിൽ കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും കടം വാങ്ങുന്നത്. പക്ഷേ രണ്ടിടത്തും രണ്ട് നയം. ആ നയത്തെ തുടർന്ന് 3100 കോടി ഉറുപ്പിക യഥാർത്ഥത്തിൽ പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാറ്റിയ തുക ഇവർ തടഞ്ഞു കളഞ്ഞു. അതായത് 3200 കോടി രൂപ ഈ കൺസോർഷ്യം മാറ്റിവെച്ചു. അതെ, സർക്കാരിന് കൊടുക്കാൻ വേണ്ടി അത് ട്രഷറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് ഈ അടിത്തട്ടിലുള്ള ഇപ്പൊ നമ്മൾ മറിയച്ചേട്ടത്തി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അത്തരം മറിയച്ചേട്ടത്തിമാരെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നൊരു ഉറപ്പ് സഖാവിന് എന്താ തർക്കം? കാരണം ഈ പെൻഷൻ കൊണ്ട് കുടുംബം പോറ്റുന്നവർക്കറിയാലോ, LDF ഗവൺമെന്റാണ് പെൻഷൻ ഈ 1600 ആക്കിയത് എന്നും മുൻ ഗവൺമെന്റുകൾ 18 മാസവും 30 മാസവും UDF ഭരിക്കുമ്പോൾ കുടിശ്ശികയായിരുന്നു എന്നുള്ളതും അവർക്കറിയാം. ഇപ്പൊ 62 ലക്ഷം പേർക്കാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. നേരത്തെ 30-32 ലക്ഷം പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതറിയുന്ന ജനങ്ങൾ കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിലൂടെ ജനിക്കുന്ന വസ്തുത തിരിച്ചറിഞ്ഞാൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം മാസം തോറും കിട്ടുമ്പോൾ അവരതിനനുസരിച്ച് ഈ പ്രായമുള്ളവർ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പ്രയാസമുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. മാത്രമല്ല, ഇപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് എത്തിയിട്ടുണ്ട്.